ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ നോമ്പിന്റെ 27ാം ദിനത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ജീവനുള്ള മൂലക്കല്ല്, ദ കോർണർ സ്റ്റോൺ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. അതിന് ആധാരമായി എടുത്തിട്ടുള്ള ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. അതിന്റെ 42-ാം വാക്യം വായിച്ചു കൊള്ളട്ടെ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. എന്താണ് മൂലക്കല്ലെന്ന് പറഞ്ഞാൽ? ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാന കല്ലാണ് മൂലക്കല്ല്. ആ കല്ലിന്മേൽ നിന്നുമാണ് ആ കെട്ടിടം പണിതുയർത്തേണ്ടത്. മൂലക്കല്ല് നല്ല ഉറപ്പുള്ളതും വിശ്വസിക്കാവുന്നതും ആയിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ മൂലക്കല്ലെന്ന് വിശേഷിപ്പിക്കുന്നു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ മുഖ്യ മൂലക്കല്ലായി യേശുവിനെ കാണുവാൻ സാധിക്കുന്നു. ദൈവം ഉറച്ച അടിസ്ഥാനമായി യേശുവിനെ നമുക്ക് നൽകി. സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു ആയിരിക്കണം. മൂലക്കല്ല് എപ്പോഴും ശക്തമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനവും ശക്തമായിരിക്കണം. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ആടി ഉലയുന്നതായിരിക്കരുത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. നാം ഏത് അടിസ്ഥാനത്തിന്മേൽ ആണ് നമ്മുടെ ജീവിതം പടുത്തുയർത്തിയിരിക്കുന്നത്? ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കും പണത്തിനും സ്ഥാനമാനങ്ങൾക്കും മുകളിലാണോ, അതോ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ ആണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവാകുന്ന മൂലക്കല്ല് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയും പ്രത്യാശയുടെ ഉറവിടവും ആയിരിക്കണം. പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നിരിക്കാം. എന്നാൽ ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണെങ്കിൽ നാം തളർന്നു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന മതപുരോഹിതന്മാരോടും ജനത്തിന്റെ മൂപ്പന്മാരോടും യേശു പറയുന്ന ഉപമയാണ് മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാരുടെ ഉപമ. ഉടമസ്ഥൻ തന്റെ മുന്തിരിത്തോട്ടം കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ച് വിദേശത്ത് പോയി. എന്നാൽ വിളവെടുപ്പിന് കാലമായപ്പോൾ താൻ അയച്ച ദാസന്മാരെയും അവകാശിയായ മകനെയും കുടിയാന്മാർ മർദ്ദിച്ചു കൊന്നുകളഞ്ഞു. ഇവിടെ കുടിയാന്മാർ മതനേതാക്കളും മുന്തിരിത്തോട്ടം ദൈവത്തിന്റെ ജനങ്ങളുമാണ്. മതനേതാക്കന്മാർ ദൈവത്തിന്റെ പ്രവാചകന്മാരെയും യേശുവിനെയും അംഗീകരിക്കുന്നില്ല. അബ്രഹാമിന്റെ സന്തതിയായി ദാവീദിന്റെ വംശാവലിയിൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. സ്വന്തം ജനത്തിന്റെ ഇടയിലേക്ക് വന്നു. എന്നാൽ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. പകരം അധർമ്മികളുടെ കൈയാൽ മരണത്തിന് ഏൽപ്പിച്ചു. എന്നാൽ മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് ദൈവത്തിന്റെ പദ്ധതിയിൽ വിലയേറിയ കല്ലായി തീർന്നു. പല സ്ഥലത്തും നാമം വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയതുപോലെ നമ്മെ ഉയർത്തുവാൻ നമ്മുടെ ദൈവം മതിയായവൻ ആകുന്നു. യേശുവിനെ നിരസിക്കുന്നവരുടെ അജ്ഞതയും ദൈവഹിതം നിറവേറുന്നതിലെ അത്ഭുതത്തെയും ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയിൽ തള്ളിക്കളഞ്ഞ കല്ല് വിലയേറിയ കല്ലായി മാറുന്നു. ഓരോ വിശ്വാസിക്കും ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് ജീവനുള്ള മൂലക്കല്ല്? ഒരു കല്ലിന് ജീവനില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലാകുമ്പോൾ നിർജീവമായിരിക്കുന്ന നാം ജീവനുള്ള കല്ലുകളായി മാറുന്നു. ജീവനുള്ള കല്ലുകളായി നാം രൂപാന്തരപ്പെടുന്നു. നാം ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടുകയുള്ളൂ. നാം ആത്മീയമായി വളരുന്നതിനൊപ്പം നമ്മുടെ ജീവിതവും മാറ്റപ്പെടുന്നു. യേശുക്രിസ്തുവാകുന്ന ജീവനുള്ള കല്ലിന്മേൽ നാം പണിയപ്പെടുന്നു എങ്കിൽ മാത്രമേ നാമും ജീവനുള്ള കല്ലുകളായി രൂപാന്തരപ്പെടുകയുള്ളൂ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ജീവനുള്ള കല്ലുകൾ ആണ് എന്നുള്ള ഉറപ്പും ധൈര്യവും നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അനേകം കല്ലുകൾ ചേർന്നാണ് ഒരു കെട്ടിടമായി മാറുന്നത്. അപ്രകാരം നാമും ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തിന്റെ ജീവനുള്ള കല്ലുകൾ ആയിത്തീർന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള കല്ലുകളെ നമ്മോട് ഒപ്പം ചേർത്ത് ദൈവസഭ പണിയുന്നവരായി നാം തീരണം. നാം ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ജീവനുള്ള കല്ലുകൾ ആകണം. ഈ നോമ്പുകാലത്ത് ക്രിസ്തുവാകുന്ന ജീവനുള്ള മൂലക്കല്ലിന്മേൽ നമ്മുടെ വിശ്വാസ ജീവിതം പണിയുമ്പോഴാണ് അത് ഉറച്ച് കുലുങ്ങാതെ മുന്നോട്ട് പോകുന്നത്. ക്രിസ്തുവിനെ സ്നേഹിക്കുകയും മാനിക്കുകയും
അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണ് ക്രിസ്തു ജീവനുള്ള മൂലക്കല്ലായി തീരുന്നത്. ക്രിസ്തുവാകുന്ന ജീവനുള്ള മൂലക്കല്ലിനോട് ചേർന്ന് പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളായി നാം ഓരോരുത്തരും ആയിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.